ഇനിയിപ്പോൾ ആലപ്പുഴയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഉത്സവം മാത്രമല്ല കൊയ്ത്തുത്സവങ്ങളുടെ കാലം കൂടിയാണിത്. പാടത്ത് പൊന്നു വിളയിക്കുന്ന മനുഷ്യർ വിയർപ്പിന്റെ പ്രതിഫലനത്തിനായി സമരം ചെയ്യേണ്ട ഗതികേട് ഇത്തവണയും ആവർത്തിച്ചു. നെല്ലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ഒരു മുന്നണികൾക്കും കടന്നു പോകാനാവില്ല ആലപ്പുഴയിൽ എന്നതാണ് യാഥാർത്ഥ്യം. നെൽക്കതിർ വിളയുമ്പോൾ പാടത്ത് ചാകരയാണ്. പഴയ കൊയ്ത്തുപാട്ടിന് പകരം നെല്ലരിയുന്ന യന്ത്രങ്ങളുടെ അരോചക ശബ്ദം, വയർ നിറയ്ക്കാനെത്തുന്ന പക്ഷികൾ. ഇവറ്റകൾക്കും കൊയ്ത്ത് മെഷീനിൽ കയറിയിറങ്ങിയ നെൽക്കതിരിനോടാണ് താല്പര്യം. കുട്ടനാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം മാത്രമല്ല, കൊയ്ത്തുത്സവത്തിൻ്റെ കാലം കൂടിയാണ്. കുട്ടനാടിൻ്റെ പാടശേഖരങ്ങളിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ. എന്നാൽ ഇവരുടെ ജീവിതത്തിന് പത്രമാറ്റിൻ്റെ തിളക്കമില്ല. നാല് മാസക്കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം കരക്ക് കയറ്റുന്നത്. പക്ഷേ നമ്മുടെ മില്ല് ഓണർമാരുടെ ഒരു നിസ്സഹായ സമീപനമാണ് നെല്ല് കയറിപ്പോകാൻ തടസ്സം. ആദ്യമേ 1-2 മില്ല് അനുവദിച്ചെങ്കിലും മൊത്തം മില്ലും പണിമുടക്കിലേക്ക് മാറി. അങ്ങനെ വന്നപ്പോൾ ഒരു മാസത്തോളം നെല്ല് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വന്നു. പക്ഷേ ഇത് വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ്. കർഷകൻ വളരെ ദുരിതത്തിലാണ്. ഞാനിവിടെ ഒരു കർഷക തൊഴിലാളിയാണ്. ഒരു കർഷകന്റെ കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ കർഷകന് ഈ മഴക്കാലത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കർഷകന് മാത്രമേ അറിയാനൊക്കത്തില്ല. ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഒരു ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ ഒരു 50,000 രൂപയെങ്കിലും ആകും. അത് മഴ വന്ന് പോയാൽ അതിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സർക്കാരൊന്നും അറിയുന്നില്ല. സർക്കാരിനെ അറിയിച്ചിട്ട് ഗുണവുമില്ല. പകലന്തിയോളം പണിയെടുത്താൽ പോരാ, കൊയ്ത നെല്ല് മില്ലുടമകൾ വാങ്ങി പണമായി തിരികെ എത്താൻ സമരവും ചെയ്യണം. നെൽകർഷകരുടെ ശാപമാണിത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഞൊടിയുടെ സർക്കാർ ഇടപെടലുണ്ടായി. നെല്ല് വാങ്ങാൻ ചില മില്ലുടമകൾ തയ്യാറായതോടെ പാടശേഖരങ്ങളിൽ തൽക്കാലം ആശങ്ക നീങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് മെച്ചപ്പെട്ട നെല്ല് കിട്ടി. 10 പേരുടെ കൂട്ടായ്മ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഒന്നും ഏതായാലും മഴയൊന്നും പെയ്യാതിരിക്കാമെങ്കിൽ നല്ല കാര്യം. ഇത്രയൊക്കെ കിട്ടി, കുറച്ചുകൂടെ ഇനി കിട്ടാനുണ്ട്. നെൽപ്പാടങ്ങൾ കൂട്ടത്തോടെ അപ്രത്യക്ഷമായ കേരളത്തിൽ കുട്ടനാട് ഇന്നും ഒരു പ്രതീക്ഷയാണ്. കേരളത്തിന്റെ നെല്ലറിയായി എത്രനാൾ പിടിച്ചു നിൽക്കാനാകുമെന്ന ആശങ്ക ഈ തെരഞ്ഞെടുപ്പ് കാലവും ചർച്ച ചെയ്യട്ടെ. നെല്ലിന്റെ രാഷ്ട്രീയം പറയാതെയും ചർച്ച ചെയ്യാതെയും ആലപ്പുഴയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നേറാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1 ആലപ്പുഴ.